ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഡീമൺ സ്ലേയറിനെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ആനിമെ കണ്ടന്റ് കേൾക്കാനും കാണാൻ ഇഷ്ടമുള്ള ഒരു ആനിമെ ലവറാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന്, അക്കാസ ദ ട്രൂ വാരിയർ. അക്കാസ മാത്രമാണ് കീസൂക്കിയിൽ അവൻ്റെ കരങ്ങൾ കൊണ്ട് മാത്രം യുദ്ധം ചെയ്യുന്നത്. 2, റെങ്കോക്കുവിൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് അറിയാമോ? സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങാണ് റെങ്കോക്കുവിൻ്റെ ഫേവറേറ്റ് ഫുഡ്. 3, ഇൻസെക്ട് ബ്രീത്തിങ് സ്റ്റൈൽ. ഷിനോബു കോച്ചോവിൻ്റെ ഇൻസെക്ട് ബ്രീത്തിങ് സ്റ്റൈൽ ഫ്ലവർ ബ്രീത്തിങ്ങിൻ്റെ ഒരു ഡെറിവേഷനാണ്, അതുപോലെ തന്നെ വാട്ടർ ബ്രീത്തിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷനുമാണ്. 4, ടെൻജൻസ് പാസ്റ്റ് ലൈഫ്. ടെൻജൻ ഒരു ഡീമൺ സ്ലേയറും ഹാഷിറയും ആവും മുമ്പേ അവൻ ഒറിജിനലി ഒരു ഷിനോബി ആയിരുന്നു. 5, ലീഡർ കാഗയ. ഡീമൺ സ്ലേയർ കോർപ്പറേഷനിലെ 97ാമത്തെ ലീഡറാണ് കാഗയ. അദ്ദേഹം 4 വയസ്സുള്ളപ്പോഴാണ് ഇതിൻ്റെ ലീഡറായി മാറിയത്. 6, മിത്സുയിസ് ഹെയർ കളർ. സാക്കുറ മോച്ചി എന്ന് പറയുന്ന ഭക്ഷണം അധികമായി കഴിക്കുന്നത് കൊണ്ടാണ് മിത്സുയുടെ ഹെയർ പിങ്കായി മാറിയിരിക്കുന്നത്. 7, ഗ്യോമീസ് ബ്ലൈൻഡ്നെസ്. ഗ്യോമി അന്ധനായത് അവന് കൊച്ചിലെ പിടിപെട്ട ഒരു പനി കാരണമാണ്. 8, ഗീഗൂസ് ഫേവറേറ്റ് ഫുഡ്. സാൽമണും വിന്റർ റാഡിഷ് എന്ന് പറയുന്ന ഭക്ഷണവുമാണ് ഗീക്യുവിന് ഏറ്റവും ഇഷ്ടമായത്. 9, ടെൻഡൻ ആൻഡ് ഇനോസുക്കി. 2 നീച്ചിറി സോഡ് ഉപയോഗിക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമാണ്. 10, മൂയിചിറോസ് അച്ചീവ്മെന്റ്. ടെൻജൻ പറയുന്നതനുസരിച്ച് ഡീമൺ സ്ലേയർ ചേർന്ന് 2 മാസം കഴിഞ്ഞ് ഹാഷിറ ആയത് രണ്ടുപേര് മാത്രമാണ്, ഒന്ന് മൂയിചിറോയും ഒന്ന് ഗ്യോമിയും. 11, ഷിനോബു ഈസ് എ മെഡിക്കൽ എക്സ്പെർട്ട്. ഷിനോബുവിന്റെ പേരൻസ് മെഡിസിൻ ഉണ്ടാക്കുന്നതിൽ വർക്ക് ചെയ്തിരുന്നു. ഇത് കാരണമാണ് അവർക്ക് മെഡിസിനിൽ ഇത്രയും ടാലന്റ് കണ്ടുവരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. 12, ടാൻജീറോസ് ന്യൂ നിക്നെയിം. ഇനോസുക്കിയുടെ സ്വപ്നത്തിൽ ടാൻജീറോയ്ക്ക് അവൻ പുതിയൊരു പേരിടുന്നു, പോഞ്ചീറോ അഥവാ റക്കൂൺ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. 13, മിത്സുയിസ് മെന്റോർ. മിത്സുയുടെ മെന്റോർ റെങ്കോക്കു ആയിരുന്നു. അവന്റെ ഫ്ലെയിം ബ്രീത്തിങ് നിന്നായിരുന്നു മിത്സുയി അവളുടെ ലവ് ബ്രീത്തിങ് ഡിറൈവ് ചെയ്തെടുത്തത്. 14, സ്ട്രോങ്ങസ്റ്റ് ഹാഷിറ. ടെൻജന് നല്ല രീതിയിലുള്ള ശാരീരിക ശക്തി കണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഒരു ആം റെസ്ലിംഗ് കോമ്പറ്റീഷനിൽ ടെൻജൻ സെക്കൻഡും ഗവൺമെന്റ് ഫസ്റ്റുമാണ് വന്നിരുന്നത്. 15, ദ സ്റ്റോൺ പില്ലർ ഹാഷിറ. ഗവൺമി മാത്രമാണ് നീച്ചറും ബ്ലേഡ്സിന് പകരം ചെയിൻഡ് ആക്സസ് ഉപയോഗിക്കുന്നത്. 16, മൂയിചിറോസ് ഡിസെൻഡന്റ്. കൊക്കുഷിബയുടെ ഡിസെൻഡന്റ് ആണ് മൂയിചിറോ ടോക്കിറ്റോ. അവന് സ്ട്രോങ് ബ്ലഡ് ലൈനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീമൺ സ്ലേയറിനെ മറികടക്കാനുമുള്ള കഴിവ് അവനുണ്ട്. 17, കനോവാസ് ബർത്ത്ഡേ. കനോയുടെ പിറന്നാൾ മെയ് 19 നടക്കുന്നത്, കാരണം അന്നാണ് കനായി കോച്ചോയും ഷിനോബുവും അവളെ അഡോപ്റ്റ് ചെയ്യുന്നത്. 18, നോ പെറ്റ്സ് അലൗഡ് ഇൻ റെങ്കോക്കുസ് ഹൗസ്. റെങ്കോക്കുവിന്റെ വീട്ടിൽ ഒരു പെറ്റ്സിനെ അലൗഡ് അല്ലായിരുന്നു, കാരണം അവന്റെ അച്ഛൻ ആനിമൽസിന് ഇഷ്ടമല്ലായിരുന്നു. 19, മൂസാൻസ് അബിലിറ്റി. മൂസാൻ അവന്റെ ശരീരത്തിലെ ഏത് സെല്ലിനെയും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. ഇത് ഓർഗൻസിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഏത് ആഴത്തിലുള്ള മുറിവും ഉണക്കാനും അവന് കഴിവ് നേടിക്കൊടുത്തു. 20, ദ മിസ്റ്റ് പില്ലർ ഹാഷിറ. മൂയിചിറോ വളരെ ലൂസും ഓവർ സൈസുമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് എനിമീസിനെ ഡിസോറിയൻറ്റഡ് ചെയ്യാനായിരുന്നു. ഇത് എനിമികൾക്ക് അവൻ്റെ ലൊക്കേഷൻ പിൻ പോയിന്റ് ചെയ്യാൻ വളരെ പ്രയാസമുണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടമായി എന്ന് വരുന്നത്. വേറെ ഫാക്ട്സുമായി പിന്നെയും കാണാം.